പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ഇലക്ഷൻ മാമാങ്കം കഴിഞ്ഞു. അതിൻ്റെ ഫലവും വന്നു. 4-ാം തീയതി വൻപിച്ച ഭൂരിപക്ഷത്തോടെ, കേരളത്തിലെ ചരിത്ര ഭൂരിപക്ഷമാണ്. 102 സീറ്റായിട്ട് UDF ഭരണത്തിൽ കയറിയത്. അവർക്ക് എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ച് വെറും 40 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ്സാണ് അതിൻ്റെ ഇരട്ടിയിലധികം, 1.5 ഇരട്ടിയോളം, മീൻസ് 2.5 ഇരട്ടിയോളം, ഏകദേശം 102 സീറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 10 വർഷമായിട്ട് പുറത്തു വയ്ക്കുന്നതാണ്. അത് ഏത് രീതിയിലുള്ള പ്രചരണമായാലും എന്തായാലും അത് അവരുടെ വിജയമാണ്. ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അത് പരിധി വിടാതിരിക്കട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഇനി വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേക ആഗ്രഹം, അതല്ലെങ്കിൽ അവരുടെ അവകാശമാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കോൺഗ്രസിന് 63 MLA തന്നിട്ടുണ്ട്. 102 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അധികാരത്തിലേറുക. എന്നിട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന 5 ഗ്യാരണ്ടികളും അതുപോലെ UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തേക്കണേ. 63 MLA തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 63 പേരിൽ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള ഒരാളില്ലാതെ MLA അല്ലാത്ത ഒരാളെ കൊണ്ടൊന്ന് കേരളത്തിൽ ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വൻ പരാജയമാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 63 പേരും 5 പൈസക്ക് വിലയില്ലാത്ത വെറും വിഡ്ഢികളും ഒരു കഴിവില്ലാത്ത ആൾക്കാരെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഈ 63 കൊള്ളൂല്ലാഞ്ഞിട്ടല്ലേ വേറൊരാളെ പുറത്തുനിന്ന് കൊണ്ട് തന്നെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. 63 പേരിൽ ഇഷ്ടംമാരെ ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്, സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടംമാരെ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കുക. അധികം വൈകാതെ അധികാരത്തിലേറുക. എന്നിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് നടപ്പാക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. 102 പേരെ ജനങ്ങൾ കേരളത്തിൽ തിരഞ്ഞെടുത്ത് UDFൻ്റെ MLA തന്നിട്ടുണ്ട്. ആ 102 പേരിൽ ഒരു മനുഷ്യൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയമാണ് നിങ്ങളുടെ സ്ഥിതി. വോട്ട് ചെയ്ത ജനങ്ങൾ സത്യം പറഞ്ഞാൽ അവർ വോട്ട് ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു ഗതികേടിലോട്ട് കേരളത്തിൽ ജനങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിനെ തീരുമാനിച്ച് മന്ത്രിസഭ ഉണ്ടാക്കി അധികാരത്തിലേറുക. ജനങ്ങൾക്ക് നിങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ അധികാരത്തിലേറി ഏറ്റവും ആദ്യം അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം ജനങ്ങളിൽ, നിങ്ങൾ പറഞ്ഞ വിശ്വാസം ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇടതുപക്ഷത്തിനേക്കാളും നല്ല രീതിയിൽ ഒരു വലിയ വിജയകരമായ ഭരണം നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.